അത് മുഖ്യമന്ത്രി അങ്ങനെ ബിഷപ്പുമാർ ഇടയ്ക്കിടയ്ക്ക് നികൃഷ്ട ജീവിയെന്നും ഇപ്പം എന്താ വിളിച്ചത് വിവരദോഷിയെന്നും അദ്ദേഹം വലിയ വിവരമുള്ള ആളല്ലേ. അപ്പോൾ എല്ലാവരെയും വിവരദോഷിയെന്ന് അദ്ദേഹത്തിന് പറയാമല്ലോ. ഒരു വിവരദോഷിയാണെന്നും നികൃഷ്ട ജീവിയാണെന്നും ഒക്കെ പറയും. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്. അദ്ദേഹത്തിന് അത്രയും വിവരമുള്ള ഒരാൾ കേരളത്തിൽ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വിമർശനം വന്നപ്പോഴാണ് അദ്ദേഹം പരാമർശം നടത്തിയത്. അത് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഭരണാധികാരികൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കുമെതിരെ വിമർശനം ഉണ്ടാകും. ആ വിമർശനങ്ങളെ വളരെ ഗൗരവത്തോടെ പരിശോധിക്കാനും അല്ലെങ്കിൽ സമചിത്തതയോടെ നേരിടുകയും ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. ഒരു ബിഷപ്പ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിലൊരു മാന്യതയുള്ള വ്യക്തിയാണ്. ആ സമൂഹത്തിന് മാന്യതയുള്ള ഒരു ബിഷപ്പ് ഒരു അഭിപ്രായം പറഞ്ഞാൽ അദ്ദേഹം വിവരദോഷിയാണ് എന്ന് പറയുന്ന അതിനോട് നമുക്ക് ആർക്കെങ്കിലും യോജിക്കാൻ കഴിയുമോ? അത് ശരിയാണോ? ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും വിമർശിക്കുന്നവരെല്ലാം വിവരദോഷികളാണ്, നികൃഷ്ടജീവികളാണ് എന്നൊക്കെ വിളിക്കുന്നത് ശരിയാണോ? അതൊന്നും ഒരിക്കലും ശരിയായ നടപടിയല്ല. അതാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം. ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ ഈ പ്രോഗ്രസ് കാർഡ് ഇപ്പോൾ പുറത്തിറക്കിയത് തന്നെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. ജനങ്ങൾക്ക് തെറ്റിപ്പോയി, ഞങ്ങൾ ശരിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സാധാരണ ഒരു തിരിച്ചടി വരുമ്പോൾ പാർട്ടിക്കകത്ത് നിന്ന്, ഏത് പാർട്ടിയാണെങ്കിലും പാർട്ടിക്കകത്തുനിന്ന് ഒരു ചോദ്യം വരുന്നുണ്ട്. CPM അങ്ങനെ ഒരു ചോദ്യം വരാനുള്ള അങ്ങനെയല്ല. അത് കാരണഭൂതനെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യങ്ങൾക്ക് മുകളിലാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തെ ആരും ചോദ്യം ചെയ്യത്തില്ല. തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശശി തരൂർ ഹൈക്കമാൻഡിന് ഒരു പരാതി നൽകിയിട്ടുണ്ട്. DCC പ്രസിഡന്റ് പേര് ഉൾപ്പെടെ. അദ്ദേഹം വിജയിച്ചല്ലോ. അദ്ദേഹം വിജയിച്ചു. നല്ല 4ാം തവണ അദ്ദേഹം MP ആയല്ലോ. അപ്പോൾ എന്തെങ്കിലും പരാതി കൊണ്ട് പാർട്ടി പരിശോധിക്കും. തൃശൂർ കൂട്ടത്തലിന് പിന്നാലെ തന്നെ ഇപ്പോൾ അവിടെ ഒരു പോസ്റ്റർ, പ്രസ് ക്ലബിന് മുന്നിൽ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അനിലക്കരയ്ക്കെതിരെയും. അതിനകത്ത് ഇത്രയേ ഉള്ളൂ. തൃശ്ശൂരെ കാര്യത്തിൽ KPCC അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. യുക്തമായ നടപടികൾ ഉടനടി ഉണ്ടാകും. രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് CPIയും അതോടൊപ്പം കേരള കോൺഗ്രസ് ജോസ് കെ മാണിയും അവരെ ഉയർത്തുന്ന പല കാര്യങ്ങളുണ്ട്. UDF-ൽ നിന്ന് പുറത്താക്കിയപ്പോഴാണ് LDF എന്ന രാഷ്ട്രീയത്തിലേക്ക് പോയതെന്ന് ജോസ് കെ മാണി രാവിലെ പറഞ്ഞിട്ട് വന്നു. അപ്പോൾ അവിടെയുള്ള പ്രശ്നങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ UDF ഇനിഷ്യേറ്റീവ് എടുക്കുമോ? ജോസ് കെ മാണിയെ UDF യാതൊരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട കാര്യം ഇപ്പോൾ ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ ജനതാദൾ വീരേന്ദ്രകുമാർ UDF-ലായിരുന്നപ്പോൾ അവർക്ക് ഒരു രാജ്യസഭ കൊടുത്തു. രാജ്യസഭയായിട്ട് അങ്ങോട്ട് ചെന്നു. രാജ്യസഭയും പോയി, മന്ത്രിസ്ഥാനവും പോയി. ഇപ്പോൾ കേരള കോൺഗ്രസിനും അതായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അവരുടെ കാര്യമാണ്. ഞങ്ങളിപ്പോൾ ഇടപെടേണ്ട ഒരു സാഹചര്യം. അതൊന്നും ഇപ്പം ആലോചിക്കേണ്ട കാര്യമില്ല. ഇല്ല 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 അതൊന്നും ഇപ്പം ആലോചിക്കേണ്ട, അങ്ങനെയൊന്നും ആലോചിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം ഇപ്പം ഇല്ല. ഷാഫി വലിയ വിജയമെല്ലാം നേടിയിരിക്കുന്നു. എന്താണ് ഷാഫി ഞങ്ങളുടെ ഒരു അഭിമാനമാണ്. കേരളത്തിലെ മതേതര വിശ്വാസികളുടെ ഒരു പ്രതിബിംബമായിട്ട് ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിലെ കോൺഗ്രസിന് ഇന്ന് മുതൽക്കൂട്ടായിരിക്കും, UDF-ന് മുതൽക്കൂട്ടായിരിക്കും, കേരള സമൂഹത്തിന് മുതൽക്കൂട്ടായിരിക്കും. അത് യാതൊരു സംശയവുമില്ല. ഷാഫിയെ അപകീർത്തിപ്പെടുത്താനും മോശക്കാരനാക്കാനും ഒത്തിരി ശ്രമം നടന്നു. ഒരു തികഞ്ഞ മതേതരവാദിയായ ഈ ചെറുപ്പക്കാരനെ വർഗീയവാദിയാക്കാൻ നടത്തിയ ശ്രമങ്ങൾ മുഴുവൻ പൊളിഞ്ഞു. ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷം ജനങ്ങൾ നൽകി. എന്നിട്ടും CPM പഠിക്കുന്നില്ല എന്നതിലാണ് എനിക്ക് വിഷമമുള്ളത്. പക്ഷേ അങ്ങനെയൊന്നും തകർക്കാൻ കഴിയുന്ന നേതാക്കളല്ല യൂത്ത് കോൺഗ്രസിലൂടെയും KSയിലൂടെയൊക്കെ കടന്നു വന്ന ഷാഫിയെ പോലെയുള്ള ചെറുപ്പക്കാരായ നേതാക്കന്മാർ. അവരൊക്കെ ടെസ്റ്റഡ് ആയിട്ടുള്ള നേതാക്കന്മാരാണ്. ജനങ്ങൾ മനസ്സിലാക്കിയത്. 4 തവണ MLA ആയ ആളാണ്. അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാലോ അല്ലെങ്കിൽ ഒരു പ്രചരണം നടത്തിയാലോ ഇല്ലാതെ പോകുന്ന വ്യക്തിത്വമൊന്നുമല്ല ഷാഫി പറമ്പലിനെ പോലുള്ള ആളുകൾക്കുള്ളത്. ഇവരൊക്കെയാണ് ഞങ്ങളുടെ ഭാവിയിലെ കോൺഗ്രസിൻ്റെ ശക്തി എന്ന് പറയുന്നത്. പക്ഷേ പാലക്കാട് ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് തൃശ്ശൂരിലെ വിജയം BJP-ക്കൊക്കെ വലിയ ആത്മവിശ്വാസം നൽകില്ല. പാലക്കാടൊക്കെ ഞങ്ങൾ പാട്ടും പാടി.